എന്താണോ ആവശ്യം അവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം നൽകി, മരുന്ന് വേണ്ടവർക്ക് മരുന്ന് നൽകി, വെള്ളം വേണ്ടവർക്ക് വെള്ളം നൽകി. അവിടുത്തെ ഓരോ വീടുകളിൽ കയറി അവിടെ കുട്ടികളെ ഏറ്റെടുക്കുകയും അങ്ങനെ അൽഹംദുലില്ലാ ഫാറൂഖ് നഈം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് 200-നടുത്ത് വിദ്യാർത്ഥികൾ അവർക്ക് പ്രതീക്ഷ നൽകി. അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം ഈ 10ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഉസ്താദ് അവിടെ ദർസ് വരെ ആരംഭിച്ചു. അൽഹംദുലില്ലാ അതൊക്കെ ഈ ഒരു 10ാം വാർഷികത്തോടുകൂടിയുള്ള വലിയൊരു വിപ്ലവമാണ്. മാഷാ അല്ലാ. അപ്പം അത്രയേറെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങുന്ന ഓരോ മൊയ്നി സുഹൃത്തുക്കളും. ഇൻഷാ അല്ലാ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് 100-ലേറെ പള്ളിയെടുത്ത മൊയ്നികളെ വരെ ഉസ്താദിന് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ 26, 30, 25, 30 വയസ്സിനുള്ളിൽ 100 പള്ളിയൊക്കെ ഉത്തരേന്ത്യയിൽ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിലൊരു ഉദാഹരണമാണ് ബീഹാറിൽ വർക്ക് ചെയ്യുന്ന ഹക്കീം മൊയ്നി, നാദാപുരംകാരനാണ്. അദ്ദേഹം ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ പഠിച്ച് ഇവിടുത്തെ ഫാറൂഖ് നഈം ഉസ്താദ് അന്ന് ആലോചിച്ച ആ കാര്യം നേടിയെടുത്തു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ബീഹാറിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അബ്ദുൽ ഹക്കീം മൊയ്നി, നാദാപുരംകാരൻ. അദ്ദേഹം ഇപ്പോൾ 100-ലേറെ പള്ളിയെടുത്തു. അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണിക്കാൻ കഴിയും. ഈ മൊയ്നി സംവിധാനത്തോടു കൂടി ഓരോ ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് ഓരോ ഗ്രാമങ്ങൾ ദർസുകൾ തുടങ്ങി. അങ്ങനെ അവിടെ എന്താണോ ആവശ്യം അവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം നൽകി, മരുന്ന് വേണ്ടവർക്ക് മരുന്ന് നൽകി, വെള്ളം വേണ്ടവർക്ക് വെള്ളം നൽകി. അങ്ങനെ ഒരുപാട് ദായികളെ വാർത്തെടുക്കാൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട്.